സോ കീമിന്റെ റിസൾട്ട് വന്നു. സോ റാങ്ക് ലിസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കും. അടുത്ത് തന്നെ വരുന്നതായിരിക്കും റാങ്ക് ലിസ്റ്റ്. എനിവേ ഇപ്പൊ എല്ലാവരുടെയും മനസ്സിലുള്ള കുറച്ച് കൺഫ്യൂഷൻസ് ആയിരിക്കും. ഏത് കോഴ്സ് എടുക്കണം, അല്ലെങ്കിൽ ഏത് ബ്രാഞ്ച് എടുക്കണം, ഏത് കോളേജ് തിരഞ്ഞെടുക്കണം എന്നൊക്കെ. സോ കോഴ്സിന്റെയും ബ്രാഞ്ചും അതൊക്കെ നമ്മൾ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഇൻ ദിസ് വീഡിയോ നമ്മൾ കുറച്ച് കോളേജസ് ആണ് പറയാൻ പോകുന്നത്. സോ കോളേജ് തിരഞ്ഞെടുക്കുമ്പം ആദ്യം കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. അതായത് ആദ്യം തന്നെ NIRF റാങ്കിങ്ങുള്ളത് നോക്കണം. സോ കേരളത്തിൽ ചുരുങ്ങിയ കോളേജുകൾ മാത്രമേ ഉള്ളൂ 300 ബിലോ റാങ്കിങ് വരുന്ന കോളേജസ്. സോ അപ്പൊ അത് ആദ്യം നോക്കണം. പിന്നെ രണ്ടാമത്തെ ക്രൈറ്റീരിയ പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്ലേസ്മെന്റ് ആണ്. സോ പ്ലേസ്മെന്റ് ചില കോളേജിൽ നല്ല പ്ലേസ്മെന്റ്സ് വരുന്ന കോളേജ് ഉണ്ടാകും. 33 lakh per annum ഉള്ള കോളേജ് വരെ ഉണ്ട്. ചില കോളേജിൽ തീരെ പ്ലേസ്മെന്റ് ഇല്ലാത്ത കോളേജുകളുണ്ട്. സോ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് കോളേജ് സെലക്ട് ചെയ്യാൻ നോക്കുക. മൂന്നാമത്തെ കാര്യം, കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജസ് ഒക്കെ KTU യൂണിവേഴ്സിറ്റി ആണ്. സോ KTU റാങ്കിങ് വെച്ചിട്ട് എന്താ പറയാ, കോളേജസിനൊക്കെ ഓരോരോ റാങ്കിങ് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ കഴിഞ്ഞിട്ടുള്ള എന്താ പറയുക കീമിന്റെ അല്ല KTU റിസൾട്ടില് റാങ്ക്, അതായത് ഇത്ര പെർസെൻറ്റേജ് കുട്ടികൾ പാസ്സായി എന്നൊരു റാങ്കിങ് ആണ് വന്നിട്ടുള്ളത്. സോ അത് വെച്ചിട്ടും കൂടെയാണ് നമ്മൾ കോളേജ് സെലക്ട് ചെയ്യേണ്ടത്. അല്ലാതെ പുറമെ ഉള്ളത് വെച്ചിട്ട് മാത്രം നോക്കിയിട്ടും കാര്യമില്ല. ഈ KTU റാങ്കിങ് കൂടി വെച്ച് നോക്കിയിട്ടാണ് ഒരു കോളേജ് സെലക്ട് ചെയ്യേണ്ടത്. സോ ഇൻ ദിസ് വീഡിയോ നമ്മൾ ഈ 3 ക്രൈറ്റീരിയയും വെച്ചിട്ടാണ് നമ്മൾ ഓരോരോ കോളേജസിനും നോക്കുന്നത്. ചില കോളേജ് വിട്ടുപോയിട്ടുണ്ടാകും. എനിവേ നമ്മൾ ഓരോരോ കോളേജും ആ കോളേജിൽ എത്ര കോഴ്സും ആ കോഴ്സിന് എത്ര സീറ്റും ഒക്കെ ഉണ്ടെന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. സോ ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പം ആദ്യത്തെ ക്രൈറ്റീരിയ എന്നത് NIRF റാങ്കിങ്, അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് റാങ്കിങ് ആണ്. പിന്നെ അത് രണ്ടാമത് പ്ലേസ്മെൻറ്റ് പാക്കേജ് ഒക്കെ വെച്ചിട്ടാണ്. പിന്നെ KTU റിസൾട്ട് അനാലിസിസും. ഓക്കെ, സോ അത് വെച്ചിട്ട് ഏറ്റവും അടിപൊളി കോളേജ് എന്ന് പറയുന്നത് CET, അതായത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം ആണ്. ആൻഡ് അവിടെ ഹയസ്റ്റ് പ്ലേസ്മെൻറ്റ് പാക്കേജ് വരുന്നുണ്ട്. അതുമല്ല അവിടുത്തെ NIRF റാങ്കിങ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ കേരളത്തിൽ കുറച്ച് ചുരുങ്ങിയ എഞ്ചിനീയറിംഗ് കോളേജസ് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. സോ അതിൽ ലെസ് ദാൻ 160 റാങ്കിൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ളൊരു കോളേജാണ് CET. പിന്നെ അവിടുത്തെ ആവറേജ് പ്ലേസ്മെൻറ്റ് പാക്ക് എന്ന് പറയുന്നത് 5.5 lakh per annum ആണ്. അതുപോലെ തന്നെ അവിടുത്തെ ഹയസ്റ്റ് പ്ലേസ്മെൻറ്റ് പാക്കേജ് തന്നെ 33 lakh per annum ആണ്. അവിടെ നന്നായിട്ട് പ്ലേസ്മെൻറ്റ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ KTU റാങ്കിങ്ങിൽ ഈ പ്രാവശ്യം KTU റാങ്ക് അനാലിസിസ് വെച്ച് നോക്കുകയാണെങ്കിൽ 2 കോളേജ് മാത്രമേ 80% എബോവ് പാസ് പെർസെൻറ്റേജ് വന്നിട്ടുള്ളൂ. ഒന്നല്ല ഫസ്റ്റ് അടിച്ചത് CET ആണ്. 88.34 പാസ് പെർസെൻറ്റേജ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അവിടെയുള്ള കോഴ്സസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, 120 സീറ്റ്സ് ഉണ്ട്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ്, അതായത് ട്രിപ്പിളി 120 ഉണ്ട്. ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അതായത് EC 60 സീറ്റ്സ് ഉണ്ട്. അപ്ലൈഡ് ഇലക്ട്രോണിക്സിന് 60 സീറ്റ് ഉണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 120 സീറ്റ് ഉണ്ട്. ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് 60 ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിങ്ങിന്, അതായത് CSEക്ക് 120 ഉണ്ട്. ഓക്കെ, സോ ഇത് കൂടാതെ ഇനി ലാറ്ററൽ എൻട്രിക്ക് വേറെ സീറ്റും ഉണ്ടാകും. ഓക്കെ, ചില കോളേജിൽ ലാറ്ററൽ എൻട്രി അല്ല, കോളേജ് ട്രാൻസ്ഫർ ചില കോളേജിൽ പറ്റില്ല. പക്ഷേ ലാറ്ററൽ എൻട്രി ഈ ചില കോളേജിലൊക്കെ ഉണ്ടാകും. സോ അതിനും എക്സ്ട്രാ സീറ്റ്സ് ഉണ്ടാകും. അത് ഫസ്റ്റ് ഇയറിൽ ഇപ്പോൾ ഈ സീറ്റേ ഉള്ളൂ. സെക്കൻഡ് ഇയർ തൊട്ടായിരിക്കും ലാറ്ററൽ എൻട്രിൻ്റെ സീറ്റ് ഇൻക്രീസ് ഉണ്ടാകും. ഓക്കെ, രണ്ടാമത് വരുന്ന കോളേജാണ് GEC തൃശ്ശൂർ. ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജാണ്. ആദ്യത്തെ കാര്യം, നല്ല പ്ലേസ്മെൻറ്റ് വരുന്നുണ്ട്. NIRF റാങ്കിങ് 250ക്ക് താഴെ വരുന്നൊരു കോളേജാണ്. ആവറേജ് പ്ലേസ്മെൻറ്റ് പാക്കിങ് 4.5 lakh per annum ആണ്. അതായത് മൊത്തം എടുത്ത് വെക്കുമ്പോൾ ഒരു 4.5 lakh per annum എന്തായാലും അവിടുത്തെ പ്ലേസ്മെൻറ്റ് പാക്കേജ് വരുന്നുണ്ട്. അതുപോലെ ഈ കഴിഞ്ഞ KTU റിസൾട്ടിൽ KTU റാങ്കിങ് വരുമ്പം 7th റാങ്കാണ് GEC തൃശ്ശൂർ വരുന്നത്. മുൻപ് കുറച്ചും കൂടെ അടിപൊളിയായിരുന്നു, ഇപ്പോൾ കുറച്ച് ബാക്ക്വേർഡ് വരുന്നുണ്ട്. ഈവൻ ദോ കേരളത്തിലൊരു അടിപൊളി കോളേജ് എന്ന് പറയുമ്പം GEC തൃശ്ശൂർ തന്നെ പറയാം. കാരണം ഗവൺമെൻറ്റും കൂടെയാണ്. ഗവൺമെൻറ് ആകുമ്പം അതിനനുസരിച്ചുള്ള കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും അടിപൊളി ഒരു കോളേജ് തന്നെയാണ് GEC തൃശ്ശൂർ. അവിടെയുള്ള കോഴ്സസാണ് സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ്, കെമിക്കൽ എഞ്ചിനീയറിംഗ്, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. പിന്നെ ഇത് കൂടാതെ ഫിസിക്സ്, മാത്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ കുറേ ഉണ്ട്. ഓക്കെ, അതൊക്കെ ചെക്ക് ചെയ്യുക, നല്ലോണം നോക്കിയിട്ട് കൊടുക്കുക. ഓക്കെ,
മൂന്നാമത്തേത് വരുന്നത് മുത്തൂറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, കൊച്ചിയിലാണ് ഇത് വരുന്നത്. ഇതൊരു ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് അല്ല, ഇതൊരു സെൽഫ് ഫിനാൻസ് കോളേജാണ്. പക്ഷേ ഈവെന്തോ ഏറ്റവും അടിപൊളി ഒരു കോളേജാണ്. പൈസ കൊടുത്തിട്ടാണെങ്കിലും നമുക്ക്, അതായത് ഒരു സെൽഫ് ഫിനാൻസിൻ്റെ ഫീ കൊടുത്തിട്ടാണെങ്കിലും നല്ലൊരു പഠിക്കാൻ പറ്റിയൊരു ആംബിയൻസ് ഉള്ളൊരു കോളേജാണ്. നല്ലോണം പ്ലേസ്മെൻറ്റ് പാക്കേജ് വരുന്നതാണ്. പിന്നെ ഇതും NIRF റാങ്കിങ് 250 താഴെ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്ലേസ്മെൻറ്റ്സ് നന്നായിട്ടുണ്ടാകും. അവിടുത്തെ ആവറേജ് പ്ലേസ്മെൻറ്റ് 4.5 lakh per annum ആണ്. അവിടുത്തെ ഹയസ്റ്റ് പ്ലേസ്മെൻറ്റ് പാക്കേജ് 12 lakh per annum ആണ്. അതുമല്ല 2 കോളേജിന് KTU റാങ്ക് അനാലിസിസിൽ 80% കൂടുതൽ വന്നിട്ടുള്ളൂ. അതിലൊന്ന് CET ആണെങ്കിൽ രണ്ടാമത്തേത് ഈ മുത്തൂറ്റാണ്. അതായത് 80.37% ആണ് അവിടുത്തെ പാസ് പെർസെൻറ്റേജ്. സോ നല്ലൊരു കോളേജാണ്. ഈ ഗവൺമെൻറ് അല്ലെങ്കിലും നമുക്ക് പഠിക്കാനും പ്ലേസ്മെൻറ്റ്സ് ഒക്കെ കിട്ടാനും ജോലി കിട്ടാനും ഒക്കെ നല്ലൊരു കോളേജ് തന്നെയാണ് ഈ മുത്തൂറ്റ്. അവിടുത്തെ കോഴ്സസ് ആണ് സിവിൽ എഞ്ചിനീയറിങ്ങിന് 60 സീറ്റ്സ് ഉണ്ട്, CSCക്ക് 120 സീറ്റ്സ് ഉണ്ട്, ECക്ക് 60 സീറ്റാണ്, ട്രിപ്പിളിക്ക് 60 സീറ്റ് ഉണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് 60 സീറ്റ് ഉണ്ട്. അതുപോലെ CSC വിത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട്, അതിനും 60 ഉണ്ട്. പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ് എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് ഇവിടെ ഉണ്ട്, അതും 60 സീറ്റ് ഉണ്ട്. പിന്നെ സൈബർ സെക്യൂരിറ്റി ഉണ്ട്, അതിനും 60 സീറ്റാണ്. സോ നല്ലൊരു കോളേജ് തന്നെയാണ്, നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റിയൊരു കോളേജാണ്. ഓക്കെ, അടുത്തതാണ് TKM കൊല്ലം. വളരെ പഴക്കം ചെന്നിട്ടുള്ള CET പോലെ തന്നെ പഴക്കം ചെന്നിട്ടുള്ള ഒരു കോളേജാണ് TKM. നല്ലൊരു പ്ലേസ്മെൻറ്റ്സ് ഒക്കെ ഉള്ള കോളേജാണ്. എല്ലാവരും കൂടുതൽ അവിടെ കിട്ടാനാണ് നോക്കാറ്. ഹയസ്റ്റ് പ്ലേസ്മെൻറ്റ് പാക്കേജ് 34 lakh per annum വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ KTU റിസൾട്ട് അനാലിസിസിൽ 8th റാങ്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അവിടുത്തെ കോഴ്സസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ സിവിൽ എഞ്ചിനീയറിങ്ങിന് 120 സീറ്റ് ഉണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് 180 സീറ്റ് ഉണ്ട്, ഇലക്ട്രിക്കൽ അതായത് ട്രിപ്പിളിക്ക് 120 ഉണ്ട്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് 120 ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസിന് 120 ഉണ്ട്, കെമിക്കൽ എഞ്ചിനീയറിങ്ങിന് 60 സീറ്റ് ഉണ്ട്. പിന്നെ ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു കോഴ്സ് കൂടെ ഉണ്ട് അവിടെ, അതിന് 60 ഉണ്ട്. പിന്നെ ആർക്കിടെക്ചറിന് 60 സീറ്റ്സ് അവൈലബിൾ ആണ്. സോ നല്ലൊരു കോളേജാണ്. പക്ഷെ അവിടെ കിട്ടണമെങ്കിലും നല്ല റാങ്ക് തന്നെ ഉണ്ടാകണം. CETയിൽ കിട്ടണമെങ്കിൽ എന്തായാലും 2000 താഴെ റാങ്ക് ഉണ്ടെങ്കിലേ CETയിൽ കിട്ടുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ മത്സരിക്കുന്ന കോളേജസാണ് ഞാൻ ഇതുവരെ പറഞ്ഞ 3-4 കോളേജസ്. ഇവിടെയൊക്കെ കിട്ടണമെങ്കിൽ അത്യാവശ്യം നല്ല റാങ്ക് തന്നെ വേണം. ഓക്കെ, കമ്പ്യൂട്ടർ സയൻസ് കിട്ടണമെങ്കിൽ എന്തായാലും നല്ല റാങ്ക് വേണം, അല്ലാത്ത കോഴ്സും കിട്ടണമെങ്കിലും നല്ല റാങ്ക് തന്നെ വേണം. അടുത്തതാണ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് എറണാകുളം. ഇതും ഒരു ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് അല്ല, ഇതൊരു സെൽഫ് ഫിനാൻസ് എഞ്ചിനീയറിംഗ് കോളേജാണ്. പക്ഷേ ഇവന്തോ നല്ലൊരു കോളേജ് തന്നെയാണ്. അത്യാവശ്യം നല്ല ഫാക്കൽറ്റീസും എല്ലാം ഉള്ളൊരു കോളേജാണ്. പ്ലേസ്മെൻറ്റ്സ് നന്നായിട്ടുണ്ട്. ഈ കഴിഞ്ഞ KTU റിസൾട്ട് അനാലിസിസിൽ റാങ്കിങ് വന്നിട്ട് 3rd റാങ്ക് വന്നിട്ടുണ്ട്. സോ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജുകളെക്കാട്ടിലും റാങ്കിങ് സെൽഫ് ഫിനാൻസ് കോളേജുകൾക്ക് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെയുള്ള കോഴ്സസ് ട്രിപ്പിളി ഉണ്ട്, EC, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഉണ്ട്, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും അപ്ലൈഡ് സയൻസ് എഞ്ചിനീയറിംഗും ഉണ്ട്. സോ നല്ലൊരു കോളേജ് തന്നെയാണ്. നല്ല പ്ലേസ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. പ്രൈവറ്റ് അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസ് ആണെങ്കിൽ പോലും നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റിയ പ്ലേസ്മെൻറ്റ്സ് ഒക്കെ ഉള്ളൊരു കോളേജ് തന്നെയാണ്. പിന്നെ KTU റാങ്കിങ് ഒക്കെ നോക്കുമ്പം നല്ലൊരു റിസൾട്ട് തന്നെ തരുന്ന ഒരു കോളേജാണ്. അടുത്തതാണ് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ബാട്ടൺ ഹിൽ. അത് തിരുവനന്തപുരത്തുള്ള വേറൊരു കോളേജ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു കോളേജിൽ പ്ലേസ്മെൻറ്റ്സ് ഉണ്ട്. ഇവിടുത്തെ KTU റാങ്കിങ് നോക്കുമ്പം 9th റാങ്കാണ് വരുന്നത് ഈ കഴിഞ്ഞ എക്സാമിൽ. ആൻഡ് ഓവറോൾ CETയോടൊപ്പം തന്നെ എന്താ പറയുക ഒരുമിച്ച് പോകുന്നൊരു കോളേജ് തന്നെയാണ്. പക്ഷേ CETയുടെ അടുത്ത് എത്തണമെങ്കിൽ കുറച്ച് ദൂരമുണ്ട്. ഇനിമേ അവിടെയുള്ള കോഴ്സസ് IT ഉണ്ട്, EC, മെക്ക്, ട്രിപ്പിളി ആൻഡ് സിവിൽ. ഇത്രയും 5 കോഴ്സസാണ് അവിടെ ഉള്ളത്. സോ ഈ കോഴ്സസൊക്കെ നോക്കിയിട്ട് ചെയ്യാം. അടുത്തത് വരുന്നത് GEC കണ്ണൂരാണ്. സോ കണ്ണൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ഒരു പഴക്കം ചെന്ന എഞ്ചിനീയറിംഗ് കോളേജാണ്. ആൻഡ് അവിടുത്തെ ഹയസ്റ്റ് പ്ലേസ്മെൻറ്റ് പാക്കേജ് ഏകദേശം 10 lakh per annum ഒക്കെ വന്നിട്ടുണ്ട്. KTU റാങ്കിങ് നമ്പർ 4 ആണ് ഈ കഴിഞ്ഞ ഇയർത്തത്. ആൻഡ് നല്ല റിസൾട്ട് തന്നെയാണ് അവിടെ ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. നന്നായിട്ട് പ്ലേസ്മെൻറ്റ്സ് ഉണ്ട്. അതുപോലെ നല്ല ഫാക്കൽറ്റീസൊക്കെയാണ്. പിന്നെ കോഴ്സസ് പറയുമ്പം സിവിൽ എഞ്ചിനീയറിങ്ങിന് 60 സീറ്റ്, മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് 60,
ട്രിപ്പിളിക്ക് 60 സീറ്റ് ഉണ്ട്, ECക്ക് 90 സീറ്റ് ഉണ്ട്, CSCക്ക് 60 സീറ്റ് ഉണ്ട്. ഇത് കൂടാതെ ലാറ്ററൽ എൻട്രിക്ക് വേറെയും സീറ്റ് ഉണ്ട്, അത് സെക്കൻഡ് ഇയറിൽ ഇൻക്രീസ് ചെയ്യും. അടുത്തൊരു കോളേജാണ് ഫിസാറ്റ് എറണാകുളം. ഫിസാറ്റ് ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. അവിടെ 15 lakh per annum വരെ പ്ലേസ്മെൻറ്റ്സ് വരുന്നുണ്ട്. അവിടെ KTU റാങ്കിങ് നമ്പർ 16 ആണ് വന്നിട്ടുള്ളത്. സോ അത്യാവശ്യം നല്ലൊരു കോളേജ് തന്നെയാണ്, സെൽഫ് ഫിനാൻസിങ് ആണെങ്കിലും ഗവൺമെൻറ് അല്ലെങ്കിലും. പിന്നെ കോഴ്സസ് പറയുമ്പം സിവിൽ എഞ്ചിനീയറിങ്ങിന് 120 സീറ്റ് ഉണ്ട്, CSC 180, EC 120, ട്രിപ്പിളി 60, MEC 120, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻ്റൽ എഞ്ചിനീയറിംഗ് 60, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈൻ 60. സോ ഇത് ഒരു അത്യാവശ്യം നല്ലൊരു കോളേജ് തന്നെയാണ്, നല്ല പ്ലേസ്മെൻറ്റ്സ് ഒക്കെ വരുന്ന കോളേജാണ്. അടുത്തത് MAC കോതമംഗലം. അത്യാവശ്യം അടിപൊളി കോളേജ് എന്ന് പറയാം, അവിടെ കിട്ടാൻ കുറച്ച് പണി തന്നെയാണ്. ഏകദേശം കഴിഞ്ഞ പ്രാവശ്യം 447ഓളം പ്ലേസ്ഡ് ആയിട്ടുണ്ട്. KTU റാങ്കിങ് നമ്പർ 12 വരുന്നുണ്ട്. IEEE ഒക്കെ നന്നായിട്ട് വർക്കിംഗ് നടക്കുന്ന ഒരു കോളേജാണ്. അത്യാവശ്യം നല്ല അടിപൊളി കോളേജ് ഉണ്ടെന്ന് പറയാം. അവിടുത്തെ കോഴ്സസ് സിവിൽ 120 ഉണ്ട്, MEC 120 സീറ്റ്സ് ഉണ്ട്, ട്രിപ്പിളി 120 സീറ്റ്സ് ഉണ്ട്, EC 120 ഉണ്ട്, CSC 60 ഉണ്ട്, CSC തന്നെ ഡാറ്റ സയൻസ് ഉള്ളതുകൊണ്ട് അതും 60 സീറ്റ്സ് ഉണ്ട്. പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിങ്ങിനും 60 സീറ്റ്സ് അവൈലബിൾ ആണ്. അടുത്തത് വരുന്നത് NSS പാലക്കാടാണ്. NSS പാലക്കാടും ഒരു അത്യാവശ്യം നല്ലൊരു കോളേജ് തന്നെയാണ്. 525 സ്റ്റുഡൻസോളം അവിടെ പ്ലേസ്ഡ് ആയിട്ടുണ്ട് കഴിഞ്ഞ ഇയർ. KTU റാങ്കിങ് നമ്പർ 10 ആണ് ഈ കഴിഞ്ഞ KTU റിസൾട്ടിൽ ഉള്ളത്. അവിടെയുള്ള കോഴ്സസ് സിവിൽ എഞ്ചിനീയറിങ്ങിന് 120 സീറ്റ്സ് ഉണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് 120 ഉണ്ട്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിന് 120 ഉണ്ട്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് 90 ആണ്, ഇൻസ്ട്രുമെൻറ്റേഷൻ കൺട്രോളിന് 60 ഉണ്ട്, പിന്നെ CSC 60 ഉണ്ട്. അടുത്തത് വരുന്നതാണ് GEC കോഴിക്കോട്. GEC കോഴിക്കോട് അത്യാവശ്യം നല്ലൊരു കോളേജാണ്, പ്ലേസ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. KTU റാങ്കിങ് നമ്പർ 18 വന്നിട്ടുള്ളൊരു കോളേജാണ്. അവിടെയുള്ള കോഴ്സസ് സിവിലിന് 60 സീറ്റ് ഉണ്ട്, കെമിക്കൽ എഞ്ചിനീയറിംഗ് 60 ഉണ്ട്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 60 ഉണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 60, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈൻ 60. അതുപോലെ വരുന്നൊരു കോളേജാണ് GC വയനാടും. GC വയനാടും അത്യാവശ്യം നല്ലൊരു കോളേജ് തന്നെയാണ്. അവിടെ CSC, EC, ട്രിപ്പിളി, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് സിവിൽ ആൻഡ് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു കോഴ്സും കൂടിയുണ്ട്. സോ നിങ്ങൾ കോളേജ് അല്ലെങ്കിൽ കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ചില കോളേജുകളിൽ ഇപ്പോൾ കോഴിക്കോടും വേറൊരു കോളേജിലും കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈൻ എന്ന് പറഞ്ഞൊരു കമ്പ്യൂട്ടർ സയൻസ് ആണുള്ളത്, മറ്റു കോളേജിലൊക്കെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്നാണ്. സോ അതൊക്കെ നോക്കിയിട്ട് കൊടുക്കാം. പിന്നെ ചില കോളേജിലൊക്കെ കെമിക്കൽ എഞ്ചിനീയറിംഗ് അവൈലബിൾ ആയിട്ടുള്ളൂ. അതുപോലെ ചില കോളേജിൽ ചില ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ചില ചുരുക്കം കോളേജുകളേ ഉള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എവിടെയാണെന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് കൊടുക്കുക. നല്ല എഞ്ചിനീയറിംഗ് കോളേജസ് ആണ്. ഗവൺമെൻറ് കുറേ ഉണ്ട്, ഞാൻ ഇതിലാകെ 4-5 എങ്ങനെ കൊടുത്തിട്ടുള്ളൂ. ബാക്കി വരുന്ന വീഡിയോസിൽ വരുന്നതായിരിക്കും. താങ്ക്